വന്നിട്ടുള്ളത് വിത്ത് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുകയാണ്. വിത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക, വെള്ളത്തിന് അംശമില്ലാത്ത ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. 2 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. ഞാൻ 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/8 ടീസ്പൂൺ, ഇതാണ് 1/8 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്ററിന്റെ ബ്ലേഡ് ഇതുപോലെയാണ് കേട്ടോ കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചിട്ട് ക്ലിപ്പ് കൊടുക്കുക. ബ്ലേഡിൽ വെള്ളം ഉണ്ടാകരുത്. നമുക്കിത് ഫസ്റ്റ് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ എസൻസും ആ സോൾട്ടും ആ മുട്ടയിലൊന്ന് പിടിക്കാനാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര എടുക്കുക കേട്ടോ. 1/2 കപ്പിൽ പൊടിച്ച പഞ്ചസാര എടുക്കുക. ഇതാ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര. ഇത് ഒന്നിച്ചല്ല, കുറച്ച് ഇട്ടിട്ട് ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ആണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നിച്ചല്ല, കുറച്ച് പാർട്ട് ഇട്ടിട്ട് കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്പീഡിലേക്ക് ആക്കിയിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മള് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ എഗ്ഗിന്റെ കളർ മാറുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലേ? യെല്ലോ മാറിയിട്ട് ഒരു വൈറ്റ് ആയിട്ട് വരുന്നുണ്ട്, ഒരു ഓഫ് വൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കണം. നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് സ്പഞ്ച് ഹൈറ്റിൽ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ തേർഡ് സ്പീഡിൽ ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് ഓഫ് ആക്കാം കേട്ടോ. അപ്പൊ നമ്മളെ എഗ്ഗ് നല്ല ബീറ്റ് ആയിട്ടുണ്ട്. എഗ്ഗും പഞ്ചസാരയും കൂടെ നല്ല ബീറ്റ് ആയി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഓഫ് വൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് നോക്കുക പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ടോ. ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. എന്റെ കയ്യിൽ 1 ടേബിൾ സ്പൂണും അതേപോലെ 1/2 ടേബിൾ സ്പൂൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 എടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഒന്നാന്നുണ്ടെങ്കിൽ ആദ്യം 1 ടേബിൾ സ്പൂൺ ഫുൾ ഒഴിക്കുക. പിന്നെ അതിന്റെ പകുതി ഒരു അരഭാഗം ആക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. അതായത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഒന്നൊഴിച്ചു, പിന്നെ അങ്ങനെ 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പഞ്ചസാര നല്ലോണം ബീറ്റതിന് ശേഷം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫസ്റ്റ് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ആ ഓയിൽ അതിലേക്ക് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഓവർ ബീറ്റിംഗ് ആകരുത്. മതി. ഇനി നമുക്ക് ബ്ലേഡിന്റെ ബീറ്ററിന്റെ ആവശ്യമില്ല കേട്ടോ. ബീറ്റർ മാറ്റാം. അടുത്തത് നമ്മൾ ഇതിലേക്ക് എടുത്തരിച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കാം കേട്ടോ. അപ്പൊ അതായത് ഒരു പൊള്ളുന്ന സ്പൂൺ എടുത്ത് കുറച്ച് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒന്നിച്ച് ഒരു ഭാഗത്തിന് ഇടരുത്. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പാച്ചിലുണ്ടല്ലോ, ഈ സ്പാച്ചിൽ വെച്ചിട്ട് സ്ലോ ആയിട്ട് പതുക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ഇതാ സൈഡ് കൂടെ കൊണ്ടുവന്നിട്ട് സെന്ററിൽ കട്ട് ചെയ്യാം. ഇതുപോലെ സൈഡിലൂടെ കൊണ്ടുവന്നിട്ട് സെന്ററിൽ കട്ട് ചെയ്യുക. ഇതിനാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയുക കേട്ടോ. പതുക്കെ സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ.
അടുത്ത പാർട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു 4-5 പ്രാവശ്യം ആക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന്റെ ഇടയിൽ നമുക്ക് ടൈറ്റ് ആണ് തോന്നുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ട് പാല് അല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ലൂസ് ആക്കി കൊടുക്കുക കേട്ടോ. ലൂസ് എന്ന് പറഞ്ഞാൽ റിബൺ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പൊ അതൊക്കെ സ്ലോ ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗങ്ങൾ സ്പീഡ് കൂടുമ്പോഴാണ് നമ്മളെ കേക്ക് ഹൈറ്റ് ഇല്ലാതാകുന്നത് കേട്ടോ. എനിക്ക് വെള്ളത്തിന്റെ പാലിന്റെ ആവശ്യം വന്നിട്ടില്ല. ഞാനിതാ ഫുള്ളും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3 പാർട്ടാക്കിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ആക്കാം. ഈ ടൈമിൽ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ, ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നോർമൽ വാട്ടറാണ്. നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തിട്ട് ടേബിൾ സ്പൂണ് വെള്ളം മതി. ചില ടൈമിൽ നമുക്ക് പാലിന്റെ ആവശ്യം വരില്ല. കാരണം അത് നമ്മൾ എഗ്ഗും പഞ്ചസാരയും ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ബാറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലിന്റെ ഒന്നും ആവശ്യം വരാറില്ല. അത് നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അത് ടൈറ്റ് ആണ് തോന്നുമ്പോൾ മാത്രം പാല് വെള്ളം ചേർക്കാൻ നിർബന്ധമില്ല കേട്ടോ. അപ്പൊ നമ്മള് ബാറ്റർ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു ടിപ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വൈറ്റ് വിനീഗർ, സുർക്ക പറയും. അത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ, ഫുള്ള് വേണ്ട, ഒരു കുറച്ച് എന്ത് ചെയ്യാ, നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ലാസ്റ്റ് ഭാഗം നമ്മൾ കേക്കിങ്ങിലേക്ക് ഒഴിക്കുന്നതിന്റെ അടുത്ത സ്റ്റെപ്പാണ്. അപ്പൊ അതായത് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാ വെച്ചാല് നമ്മളെ ഈ ബാറ്ററിൽ, നമ്മളെ ഈ സ്പഞ്ചില് എഗ്ഗിന്റെ സ്മെല്ല് ഇല്ലാണ്ട് നിൽക്കാനും പിന്നെ സ്പഞ്ച് ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് വിനീഗർ ചേർക്കാൻ ചിലവർക്ക് പറ്റൂല, അങ്ങനെ തോന്നുന്നവരാന്നുണ്ടെങ്കിൽ അതിന് ബദല് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം കേട്ടോ. അതേ അളവില്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. റിബൺ കൺസിസ്റ്റൻസി. ഇതാണ് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ കറക്റ്റ് അളവ് കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മള് ബാറ്റർ മുഴുവനും കേക്കിങ്ങിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ടൂത്ത് എടുത്തിട്ട് ഫുള്ളും മിക്സ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാനും എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് എത്താനും വേണ്ടിയിട്ടാട്ടോ. ഇല്ലെങ്കിൽ ഒരു സൈഡ് പൊന്തി ഒരു സൈഡ് താന്ന് അങ്ങനെയൊക്കെ നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടില്ല എയർ ബബിൾസ് പൊട്ടുന്ന. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്പഞ്ച് ബേക്കായി നമ്മളത് 3 ലെയർ കട്ട് ചെയ്യുന്ന ടൈമിൽ ഉള്ളിൽ ഫുള്ള് മോൾസ് ഉണ്ടാവും. അതില്ലാണ്ട് വെക്കാനാണ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളെ ഈ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് ഇതിന്റെ അടപ്പ് മാറ്റിന് ശേഷം ഇതിന്റെ സെന്ററിലായിട്ട് നമ്മളെ കേക്കിന് വെച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാ, അടപ്പ് വെക്കുക, വെയിറ്റ് വെക്കുക. നമ്മളെ ഫ്ലെയിം വന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക്, ഹൈ ഫ്ലെയിമിലും അല്ല ലോ ഫ്ലെയിമിലും അല്ല, അതിന്റെ ഒരു നടുവിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/2 kg വാനില സ്പഞ്ചിന്റെ അളവ് ടൈമിങ് വന്നിട്ടുള്ളത് 25 to 28 ആണ്. അപ്പൊ 25 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് കുത്തി നോക്കുക. ബേക്ക് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊരു 28 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്നിട്ട് നോക്കാം. ബേക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല ഹൈറ്റിൽ
പൊന്തിയിട്ടുണ്ട്. നമുക്കിതുപോലുള്ളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്, അതിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. സെൻറ്ററിലും കുത്തി വെക്കാം, കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിനുള്ളത് ഇത് എടുക്കാം കേട്ടോ, എടുത്തേക്ക് വെക്കാം. ഇത് നമ്മളെ കേക്ക് ഇപ്പോൾ നല്ല ബേക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ തൊടുമ്പത്തിന് അറിഞ്ഞിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. കേക്ക് ടിന്നിൻ്റെ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഒരേപോലെയാണ് ഒരു സൈഡ് പൊന്തിയിട്ട് താന്നിട്ടൊന്നുമില്ല. ഇത് നല്ല ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം കേട്ടോ. ഇത് നല്ല ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പർ സൈഡ് ഇങ്ങനെ വലിച്ചിട്ട് പതുക്കെ വലിച്ച് റിമൂവ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നല്ല കൂളായതിന് ശേഷം ഇന്ന് ഐസിങ് ചെയ്യുന്നില്ല നാളെ എന്നുണ്ടെങ്കിൽ നല്ല കൂളായതിന് ശേഷം ഒരു ക്ലീൻ റാപ്പിൽ ചുറ്റിയിട്ട് ഒരു ബോക്സിൽ അടച്ചിട്ട് പുറത്ത് വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ.